പാത്രത്തെ തൊടുന്നതിനാട്ടോ. പാവം പട്ടിയല്ലയോ? പാവം പട്ടി എൻ്റെ അടുത്ത് വടി കൊണ്ടുപോയി. ഇനിയിപ്പോ അത് തൊടാനും എന്റെ മുമ്പിൽ നിന്ന് ഞാൻ എങ്ങനെയാ പാത്രം എടുക്കുന്നുണ്ടാക്കണ്ട. ചേട്ടാ ഞാൻ ഇന്നലെ ഇതിന്റെ മുമ്പിൽ നിന്ന് പാത്രം എടുക്കുകയാണെന്ന്. ടൈഗർ ഇന്നലെ എനിക്ക് മറ്റേ ഫീമെയിലിനെ കണ്ടോണ്ടായിരിക്കും ഒതുങ്ങിയെന്ന്. ഇതിന് ഭയങ്കര ശക്തിയായില്ലയോ? വൈകിട്ടൊരു എനിക്ക് അറിഞ്ഞൂടാ. വൈകിട്ടൊരു കാര്യം ചെയ്യാം, ഫെബിനസിനെ വിളിച്ചിട്ട് തീറ്റി കൊടുക്കുക. എന്നിട്ട് വേണം ഇന്നലെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ ലോക്കല്ലേ ചാടിയാലും നമുക്ക് മാത്രമേ കടി. ഞാൻ വെളി നിൽക്കാം. നീ എവിടെ നിന്നോ? അയ്യോ ഞാനിവിടെ നിൽക്കുന്നത് നീ തരോടി. ഞാൻ ഇതേപോലെ നമ്മള് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും വിത്തൗട്ട് അൺഎഡിറ്റഡ് വീഡിയോസ്. ലൈവ് അങ്ങനെ ഓണാക്കി ഇടണമായിരുന്നു, അതായിരുന്നു വേണ്ടുന്നത്. എന്നാലും കേട്ടോ. അയ്യോ ഈ പക്ഷെ തീറ്റി എടുക്കാൻ പ്രശ്നമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എടുത്തോണ്ട് പോയി. കമ്പേ ആ വടി കൈയുടെ കീഴ്ത്താക്കിയത് കണ്ടോ? ആ വടി ഇനി നമുക്ക് തരത്തില്ല. ആ വടി തൊട്ട് കഴിഞ്ഞാലും ആ വടി ഇപ്പൊ അവന്റെയാ, അത് അധികാരം കാണിക്കുന്നതാ. വടി ഉണ്ടോ? ആ വടി അവന്റെ കൈയുടെ ഇടയ്ക്ക് വെച്ചേക്കുന്ന വെച്ചാൽ അത് എന്റെ ആണ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഒരെണ്ണം സേഫായിട്ട് വെളിയിലെത്തിച്ചു. വടിക്ക് നീളമില്ലല്ലോ, അതല്ലയോ. കമ്പി പൈപ്പ് വല്ലതും എടുത്ത് വെച്ചു ഇങ്ങനെ. അത് ഇവനെന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ടത് കാര്യമായി കേട്ടോ. താഴത്തെ കേജിലൊക്കെ ആണെങ്കിൽ അതും പൊളിച്ച്. പിന്നെ നല്ല ഹെൽത്തിയാ ആള്, നല്ല ഹെൽത്തിയാ. ടൈഗർ അല്ല, ടൈഗർ എന്നല്ലേ പേര്? ടൈഗർ തന്നെ. ഞാനിങ്ങനെ തുറന്നു വയ്ക്കുമ്പോൾ ഇത് ഇൻകേസ് ചാടി വന്നാൽ നീന്തി ഒന്നും ചെയ്യണ്ടല്ലേ. ഞാൻ ഫെൻസിങ് ആടി അപ്പുറത്ത് പോവല്ലോ, ഒറ്റ ചാട്ടം. ചാടാൻ പറ്റണ്ടേ? അതൊക്കെ ഞാൻ ചാടും.
തുറക്കട്ടോ? വേണ്ട വേണ്ട, കുഴപ്പമില്ലടാ, ഞാനല്ലേ നിൽക്കുന്നത്, നീ ധൈര്യമായിട്ടെങ്കിൽ. പക്ഷെ എന്നാലും ഒരു പേടി പോലെ. എന്തായാലും ഇത് പിടിച്ചേക്കാം. നീ അതിൽ പിടിച്ചാല് അവന്റെ ആരോഗ്യത്തിന്റെ മുമ്പിൽ നീ അങ്ങ് ഒന്നുമല്ല. ഇതാടാ അവന്റെ ഫേസ് കിട്ടുന്നോ? ഉണ്ട്, ലോല കിട്ടുന്നുണ്ട്. ഉപ്പ എന്തൊരു ശാന്തൻ. അങ്ങനെ വിജയകരമായി. ഓ കുഴപ്പമൊന്നുമില്ല, നോക്കിക്കോ. കൊടുന്ന് കാണണോ? അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. പേടിയാവും. തുറന്നിട്ടോടാ, നീ ധൈര്യമായിട്ടിരിക്കണ, ഞാനില്ലടാ നിൽക്കുന്നേ. ചേട്ടൻ നല്ലോണം ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഫുഡ് കേട്ടോ. ഇനി ഈ പാത്രം എടുക്കാൻ സമ്മതിക്കണം, വഴക്കുണ്ടാക്കല്ലേ. ആ ഫുഡ് കൈ കിട്ടിയപ്പോൾ കണ്ടോ വീണ്ടും സ്വഭാവം മാറി. അടുത്തോട്ട് വന്നോടാ, അടുത്തോട്ട് വന്നോ. ഫുഡ് ഡെക്കറേഷൻ്റെ പീക്ക് ലെവലായതൊക്കെ. അപ്പോൾ ഞാൻ ഫുഡ് ഇരിക്കുന്ന പാത്രത്തിൽ ഇനിയിപ്പോൾ ഞാൻ തൊടാൻ ചെയ്താക്കി വീണ്ടും അതിന് വേണ്ട അല്ലേ. പക്ഷേ ഞാനത് ബുദ്ധിപൂർവ്വം കൈ കൊണ്ട് പോയി തൊട്ട് കഴിഞ്ഞാൽ എപ്പം കൈ കടിച്ച് കൊടുത്തെന്ന് നോക്കിക്കോണേ. കണ്ടോ, അത് വേണ്ട, പാത്രം എടുക്കാൻ വേണ്ട. പക്ഷെ ഞാൻ ആ ഫുഡ് എടുക്കാൻ പാടില്ല. ഉണ്ടോ, അവന് വേണ്ട, പക്ഷെ എന്നാലും അവനത് ഉണ്ടോ, അവനെ ഫുഡ് വേണ്ട, അവനെ ഫുഡ് മൊത്തം തട്ടിക്കളഞ്ഞു. എന്നാലും പാത്രം ഞാൻ എടുക്കാനും പാടില്ല. ഉണ്ടോ, പാത്രം കവർ ചെയ്ത് നിൽക്കുക ഞാൻ തൊടാതിരിക്കാൻ. ഈ കാര്യം യഥാർത്ഥത്തിൽ പപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ അഡൽട്ട് ഡോഗിനെ വാങ്ങിക്കുന്നവർ, ഇതിപ്പോൾ അഡൽട്ടാണ്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം ഇവന് ഫുഡ് ഡെക്കറേഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ആൾറെഡി അറിയാം. കാര്യം ഞാൻ 1-2 തവണ അവരുടെ വീട്ടിൽ പോയപ്പോൾ അത് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഒരു കുഴപ്പമില്ല, ഭയങ്കര ലെവലാണ്, സ്നേഹമാണെന്നൊക്കെയാണ്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പാത്രം അവ മാറിയിരിക്കുമ്പോഴേ അവർ പാത്രം എടുക്കുന്നത്, വടി വെച്ചാണ് എടുക്കുന്നത്. പക്ഷേ കൈകൊണ്ട് ഞാൻ എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു പണി കിട്ടിപ്പോയാണ്. ഇനിമേ പപ്പി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ഫുഡ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ട്രെയിൻ ചെയ്ത് കുറയ്ക്കുക. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പപ്പിയായിട്ടിരിക്കുന്ന സ്റ്റേജിൽ നമ്മൾ പാത്രത്തിൽ തന്നെ ഫുഡ് കൊടുത്തതിന് ശേഷം വിഡ്രോ ചെയ്യുക, അതേപോലെ കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുക, വീണ്ടും കൊടുക്കുക, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുക. അങ്ങനെ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം അവന് മനസ്സിലാവും ഇത് എന്തുവരെ എനിക്ക് തരും. അവർ ഇച്ചിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെനിക്ക് തരും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവും. ആ ഒരു കാര്യം നമ്മളവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ വരുന്ന കുഴപ്പമാണ് ഇത്. വേറെ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒരു ചെരുവെന്ന് പറയാൻ ഫുഡ് കൊണ്ടുവന്ന് എൻ്റെ ഡോഗിന് ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കുമെന്ന് പറയും. പക്ഷേ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ കളഞ്ഞിട്ടങ്ങ് പോകും. പിറ്റേ ദിവസം ഫുഡ് കൊടുക്കേണ്ടുന്ന സമയമാകുമ്പോഴേക്കും വന്ന് പാത്രം കൊടുക്കുന്നത്. അതിനടുത്തേക്ക് ഒരുമാതിരിപ്പെട്ടത് എല്ലാം അവിടെ എല്ലാം തട്ടി കളഞ്ഞ് കഴിക്കുന്നത് കഴിച്ച് ബാക്കിയെല്ലാം അവിടെ കളഞ്ഞ് ഇൻഫെക്ഷനൊക്കെ ആയി നിൽക്കും. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പം എൻ്റെ അനിയനാണെങ്കിൽ ഫുഡ് കൊടുക്കാൻ നേരം അവൻ പറഞ്ഞു ഇതേപോലെ കൊടുക്കുന്നില്ലെന്ന്. അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് കൂട്ടിന് വന്നപ്പം ആക്സിഡൻ്റലി കിട്ടിയൊരു ക്ലിപ്പാണിത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് ഷെയർ ചെയ്തതാണിത്. എന്തായാലും എല്ലാവരും പപ്പി സ്റ്റേജിൽ തന്നെ ഫുഡ് ഡെക്കറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല ട്രെയിനേഴ്സിൻ്റെ അടുത്ത് വിടുന്നവരാണെങ്കിൽ അവരുടെ അടുത്ത് പറയുക ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫുഡ് ഡെക്കറേഷൻ ഉണ്ട്, അത് കുറച്ച് തരണം എന്നുള്ളത് പറയുക. ബാക്കി നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങും കൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മളത് ട്രെയിനേഴ്സിൻ്റെ അടുത്ത് വിട്ടത് കൊണ്ട് മാത്രം ഡോഗ് പെർഫെക്റ്റ് ആവില്ല. കാര്യം ഹാൻഡിലർ ലൈഫ് ലോങ് അത് നിൽക്കുന്ന ആളാരാന്ന് വെച്ചാൽ അവരാണ് അതിനെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആക്കേണ്ടത്.
കാര്യം ഓരോ തവണയും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡ് കൊടുക്കുക, അതേപോലെ അവൻ എടുക്കുമ്പോഴത്തേക്കും അത് വിഡ്രോ ചെയ്യുക, വീണ്ടും കൊടുക്കുക, വീണ്ടും അത് വിഡ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ആക്സിഡൻ്റലി നല്ലൊരു ക്ലിപ്പ് കിട്ടി എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് വഴിയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും പിന്നെയും വീഡിയോസ് ഇടാൻ തോന്നുകയുള്ളൂ. അതേപോലെ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.